ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് BJP രംഗത്ത്. രാഹുൽ വിദേശ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ മെനയുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ജർമ്മൻ സന്ദർശനം അതിനായി തന്നെ വിരൽ ചൂണ്ടുന്നവയാണ്. BJP ദേശീയ വക്താവായ ഗൗരവ് ഭാട്ടിയാണ് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ജർമ്മനി സന്ദർശനത്തിനിടെ രാഹുൽ ഇന്ത്യയുടെ ശത്രുക്കളുമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയെന്ന് BJP ഇവിടെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം ശക്തികളുമായി തന്നെ ഒത്തുചേർന്നുകൊണ്ട് രാജ്യത്തിനെതിരെ എന്ത് തരത്തിലുള്ള ഗൂഢാലോചനയാണ് രാഹുൽ നടത്തുന്നതെന്നും BJP ചോദിച്ചു. ഒരു പ്രൊഫസറുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ചയും BJP ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ ചോദ്യം ചെയ്യുകയും ചെയ്തു. ജോർജ് സോറോസിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുമെന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ അവിടെ BMW വെൽത്ത് ആൻഡ് BMW പ്ലാന്റ് സന്ദർശിച്ച ശേഷം തന്നെ രാഹുൽ ശക്തമായ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഉൽപാദനമെന്ന്, അതേസമയം ഇന്ത്യയിൽ ഈ മേഖല തളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉള്ള വിമർശനവും അടക്കം പറയുകയാണ് ചെയ്തത്. വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് ഇന്ത്യ അവിടെ അർത്ഥവത്തായ ഒരു ഉൽപ്പന്ന ആവാസ വ്യവസ്ഥ അത് കെട്ടിപ്പടുക്കുന്നുണ്ട് എന്നും കോൺഗ്രസ് നേതാവ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. തുടർന്ന് രാഹുലിന്റെ പ്രസ്താവന ഇന്ത്യ വിരുദ്ധമാണ് എന്ന് BJP എടുത്തു ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കൂടാതെ രാജ്യത്തെ ഉൽപ്പന്നം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് BJP ഇവിടെ കണക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയും ഉത്തരവാദിത്വവും ഒരിക്കലും ഒരുമിച്ച് പോകില്ല എന്ന് BJP നേതാവ് സാംബിത് മിത്ര ആരോപിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ വിദേശ മണ്ണിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ അപമാനകരവും ഇന്ത്യ വിരുദ്ധവുമായ പ്രസ്താവനകൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യയോടും എത്രത്തോളം വികാരമുണ്ട് എന്ന് വ്യക്തമായി തന്നെ തെളിയിക്കുന്നതാണ് എന്നതായിരുന്നു BJP MPയുടെ വിമർശനം. BJP ആസ്ഥാനത്ത് നടന്ന പത്രസമ്മേളനത്തിൽ പാർട്ടി ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ബെർലിന്റെ ഹെഡ് സ്കൂളിൽ പ്രസിഡന്റും പ്രൊഫസറുമായ കോർണേലിയ ബോളിനൊപ്പം തന്നെ രാഹുൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോയും അദ്ദേഹം ആ ഒരു പോസ്റ്റിന്റെ താഴെ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി തന്നെ കോൺഗ്രസ് നേതാവ് കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവായിട്ടാണ് ഇതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. US ശതകോടീശ്വരൻ നിക്ഷേപകനായ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുകളിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുന്ന സെൻട്രൽ യൂറോപ്യൻ സർവകലാശാലയുടെ ട്രസ്റ്റിൽ ഒരാളാണ് വേൾഡ് ഓഫ് ഭാട്ടിയ അവകാശപ്പെട്ടു. എന്നാൽ ഇതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിയിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ ഉടനടി പ്രതികരണം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനുള്ള ചില ചെപ്പടി വിദ്യകളായിരുന്നു രാഹുൽ പയറ്റിയത്. മാത്രമല്ല ബംഗ്ലാദേശിൽ പോലും കലാപം സൃഷ്ടിക്കാൻ ഇടയായിരിക്കുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും അതുപോലെ പാകിസ്ഥാൻ ഭീകര സംഘടനകളും ഇതിൽ പങ്കുചേരുന്നതായി തന്നെ പാകിസ്ഥാന്റെ രഹസ്യ അന്വേഷണ ഏജൻസിയായ ISI അടക്കം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല രാജ്യത്തിനെതിരെ തന്നെ രാജ്യത്ത് വലിയ രീതിയിൽ ഉൽപാദനം കുറവാണ് എന്നും, എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും തന്നെ വളരെയധികം വ്യാവസായിക രംഗത്ത് വലിയ രീതിയിൽ കയ്യൊപ്പ് പതിക്കുന്നു എന്നതായിരുന്നു രാഹുലിന്റെ ആരോപണം. മാത്രമല്ല ഇത്തരത്തിൽ ഇന്ത്യയിൽ മറ്റ് വിശേഷ ദിനങ്ങളിൽ പോലും രാഹുൽ ഗാന്ധി എത്താറില്ല. എന്നാൽ ഇന്ത്യ വിരുദ്ധതയിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ വിളിച്ചു കൂവുന്നതിൽ യാതൊരുവിധ കുറവുമില്ല എന്നതാണ് മറ്റൊരു ആക്ഷേപമായി തന്നെ ഉയരുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.